പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ പ്രഭാത ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനാദി കാലം മുതൽ മറഞ്ഞു കിടന്നതും പഴയ നിയമ ഭക്തന്മാർക്ക് വെളിപ്പെടാത്തതുമായിരുന്ന ദൈവസഭയുടെ മർമ്മങ്ങളെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പൗലോസിനെ കൊണ്ട് ആത്മാവിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വചനം വായിക്കുമ്പോൾ അത് പ്രാപിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥ, നമ്മുടെ സ്ഥാനം എവിടെയായിരുന്നു ചിന്തിക്കണം. രക്തം ചെയ്യാം. അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്നത്, അതോ ജാതികൾ സുവിശേഷത്താൽ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു യഹൂദന്റെ മാത്രമാണ്, അവരുടെ തന്നെയാണ് വാഗ്ദത്വം, അവകാശവും എല്ലാം അവർക്കുള്ളതാണെന്ന് വാദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുയുടെ ജാതികളായിരുന്ന എന്നെയും നിങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത്, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും അല്ലെങ്കിൽ വാഗ്ദത്തത്തിന് പങ്കാളികളുമാക്കി മാറ്റി. നമുക്ക് എത്രമാത്രം സന്തോഷിപ്പാനുണ്ട്. ഒരിക്കലും ദൈവസന്നിധിയിൽ കടന്നു വരികയാൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടിയ തെരഞ്ഞെടുപ്പും നമ്മൾ ഇന്നായിരിക്കുന്ന ദൈവസഭയ്ക്കകത്തെ നമ്മുടെ സന്തോഷവും നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും ഓർത്താൽ നമ്മൾ യേശുക്രിസ്തുവിനെ തോരാതെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ലോകം തന്ന ഒരു പേരല്ല, ലോകം ചാർത്തിയ പേരല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്ന പേരാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയ പേരാണ്. വായിച്ച ദൈവവചന ഭാഗത്ത് കാണുന്ന 3 ഭാഗങ്ങൾ. ഒന്നെന്താണ്? സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ നാം കൂട്ടവകാശികളാണ്. രണ്ടാമത്, ഏക ശരീരസ്ഥ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. മൂന്നാമത്തെ, വാഗ്ദത്തത്തിൻ പങ്കാളികളാണ്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഈ വേദഭാഗത്ത് കർത്താവ് നമ്മളെ ഈ 3 വിധത്തിലുള്ള പേരുകൾ കൊണ്ട് നമ്മെ നിറയ്ക്കുമ്പോൾ, ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഹല്ലേലൂയ ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഇസ്രായേലിൽ മാത്രമാണ് പങ്കാളികൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളുമായിരുന്ന ആ സ്ഥാനത്ത് അന്ന് വാദിച്ചെങ്കിൽ, ഇന്ന് അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മളെല്ലാം ആ അവകാശത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ക്രിസ്തു ജാതികളായ നമുക്ക് ആ രക്ഷയെ നൽകി. അത് മുഖാന്തരം നാം ഇസ്രായേലിന്റെ പങ്കാളികളായി മാറി. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവും ഈ ഭൂമിയിലെ ശുശ്രൂഷയും യേശുക്രിസ്തുവിന്റെ മരണവും, ഹല്ലേലൂയ, അവന്റെ അടക്കവും അവന്റെ ഉയർപ്പും, യേശുവിന്റെ പുനരുത്ഥാനവും തന്റെ ശുശ്രൂഷയുമെല്ലാം ജാതികളായിരുന്ന നമ്മെ, ഹല്ലേലൂയ, പുതിയ നിയമസഭയുടെ കൂട്ടവകാശികളും ക്രിസ്തുവിലേക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് കൂട്ടവകാശികളുമാക്കി ഇസ്രായേലിനോട് നമ്മെ തുല്യമാക്കി മാറ്റി. രക്തം ചെയ്യാം. നമുക്ക് സന്തോഷിപ്പാൻ കഴിയണം. രക്തം ചെയ്യാം. അതായത് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ആയിരുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ, അവസ്ഥകളെ നോക്കിയിട്ട് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. ശ്രോതാവേ, രക്തം ചെയ്യാം. ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഒന്നും പുകഴുവാനില്ല. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഏതോ മാതാപിതാക്കൾക്ക് ജനിച്ചു. ഞാനും നിങ്ങളൊക്കെ വ്യത്യസ്ത കുടുംബങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ, വ്യത്യസ്ത സമുദായത്തിൽ, പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അപ്പനും അമ്മയ്ക്കും ജനിച്ചു. അന്ന് നമുക്ക് ക്രിസ്തുവിനോട് യാതൊരു പങ്കുമില്ലായിരുന്നു. ഭൂമിയിലായിരുന്നു നമ്മുടെ സ്ഥാനം. ഭൂമിയിലെ ജനങ്ങളുമായിട്ടായിരുന്നു നമ്മുടെ സ്ഥാനം. ഭൂമിയിൽ എല്ലാവർക്കും മതങ്ങളുണ്ട്. ആ മതവും ആ മതത്തിന്റെ ചിന്തകളും ആ മതത്തിന്റെ അടിസ്ഥാനത്തോടും ചേർന്നായിരുന്നു നമ്മുടെ സ്ഥാനമാനങ്ങൾ. ക്രിസ്തുയേശുവിനോട് യാതൊരു പങ്കുമില്ലായിരുന്നു. ദൈവസഭയോട് യാതൊരു പങ്കുമില്ലായിരുന്നു. വാഗ്ദത്തത്തിനോട് യാതൊരു പങ്കുമില്ലായിരുന്നു. നമുക്ക് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും പുതിയ യെരൂശലേമിനെ കുറിച്ചും ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയ ആ
ജീവൻ, അവൻ നമുക്ക് നൽകിയ അവസാന തുള്ളി രക്തം, അത് മുഖാന്തരം നമ്മളെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് നമുക്ക് ഈ വലിയ പദവിയെ തന്നതോർത്ത് ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ ശ്രോതാവി? രക്തം ചെയ്യും. പ്രൈസലോ. അതുകൊണ്ട് നിങ്ങൾ ഈ പാരമ്പര്യമൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ ആ വലിയ പൊങ്ങച്ചങ്ങൾ ഒക്കെ ഒന്ന് മാറ്റിവെക്കണം. ഞാൻ എവിടുത്തെയാണെന്ന് അറിയാമോ? ഞാൻ ഏത് വീട്ടിലെയാണെന്നറിയാമോ? എന്റെ സ്ഥാനമാനങ്ങൾ അറിയാമോ? ഞങ്ങളുടെ അപ്പൻ ആരായിരുന്നു? അപ്പൂപ്പൻ ആരായിരുന്നു? ഞങ്ങളുടെ വല്യപ്പൂപ്പന്മാരായിരുന്നു? ഞങ്ങളായിട്ട് കൊണ്ടുവന്നതാണ്, ഞങ്ങൾ സ്ഥാപിച്ചതാണ്, ഞങ്ങളുടേതാണ്, ഇന്ന് ഞങ്ങൾ പാരമ്പര്യമായി എന്നൊക്കെ പറയുന്ന ആ മഞ്ഞളിച്ച ആ കൊഞ്ഞനം കുത്തുന്ന വാക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങൾ പറയണം, ഞാൻ ജാതീയ അവസ്ഥയിൽ ജാതികളായിരുന്നു. ക്രിസ്തു എന്നെ കർത്താവിന്റെ കൂട്ടവകാശിയായി ക്രിസ്തുവിന്റെ ഏക ശരീരത്തിന്റെ ഭാഗമാക്കി വാക്തത്വത്തിൽ പങ്കാളിയാക്കി മാറ്റിയ കർത്താവി അങ്ങേക്ക് 1000കണക്കിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുക. അതേ മാതാവ് നീ പറയണം. എന്നെ കേൾക്കുന്ന പിതാവെ പറയണം. എന്നെ കേൾക്കുന്ന യുവതി യുവാവെ നീ പറയണം. പ്രൈസലോ. നിന്റെ നാവിനെ ദൈവം ബലപ്പെടുത്തുക. അതിനാണ് ദൈവം നിനക്ക് കൃപ തന്നിരിക്കുന്ന. ജാതികളുടെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ നിനക്ക് ദൈവം തന്ന സ്ഥാനമാനങ്ങളെ കുറിച്ച് നീ തിരിച്ചറിഞ്ഞത് വെളിപ്പെടുത്തി ജീവിക്കണം. രക്തം ചെയ്യൽ രഹസ്യമായിട്ട് ജീവിക്കാനല്ല, ഒളിവിൽ ജീവിക്കാൻ, പരസ്യമായിട്ട് ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽക്കണം. രക്തം ചെയ്യൽ പരസ്യമായി ക്രിസ്തുവിന്റെ സാക്ഷിയാണ്. നിങ്ങൾ പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ കൂട്ടവകാശിയാണ്. ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിർമ്മലകനിയായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ്, വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവളാണ്. ഞാൻ ക്രിസ്തുവിന്റെ സഭയാണ്. ക്രിസ്തു എന്ന ഏക ശരീരത്തിന്റെ ഭാഗമാണ്. ഞാൻ വാക്തത്വത്തിന്റെ അവകാശിയാണ്. ഞാൻ ദൈവരാജ്യത്തിന്റെ മകനാണ്, മകളാണ്. ഭൂമി ഞാൻ ദൈവസഭയാണ് എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടെ 4 പേരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റമാണ് നമുക്ക് വേണ്ടിയത്. രക്തം ചെയ്യാം. പ്രൈസലോ. അപ്പൊ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഉന്നതമായ ഉയർച്ചയിലേക്ക് എത്തി. സ്തോത്രം. കർത്താവ് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഉയർച്ച തന്നെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഭൂമി മറ്റുള്ളവരെ പോലെ എടുത്ത് കാണിക്കത്തക്ക നിലയിലുള്ള സമ്പത്തുകള്, ആമേൻ, അതിനുള്ള സ്വത്തുകൾ, ആഡംബര വീടുകൾ, ആമേൻ, ആഡംബര കാറുകൾ, സ്ഥാനമാനങ്ങളൊക്കെ ഇല്ലായിരിക്കാം. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നവരാണെങ്കിൽ നമ്മളാണ് ഭാഗ്യമുള്ളവര്. രക്തം ചെയ്യും. പ്രൈസ്. നമ്മുടെ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയല്ലേ? അവന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ? വാക്തത്വത്തിന് പങ്കാളികളായതുകൊണ്ട് നമുക്ക് അഭിമാനിക്കുവാൻ ഏറെയുണ്ട്. അവൻ നമ്മെ കൈവിട്ട് കളയുന്ന ദൈവമല്ല. യേശു നമ്മെ ഒരിക്കലും കൈവിട്ട് കളയില്ല. കാരണം ഹല്ലേലൂയ, പാപത്താൽ നിറയപ്പെട്ട് ശാപത്താൽ നിറയപ്പെട്ട് ദൈവമായി യാതൊരു കൂട്ടായ്മയും ഇല്ലാതെ ലോക മനുഷ്യരെ പോലെ ഞാൻ നിങ്ങൾ ജീവിച്ചപ്പോൾ ലോകം നമ്മെ കൈവിട്ട്, ഇവിടുത്തെ പ്രമാണങ്ങളും നിയമങ്ങളും കൈവിട്ട് നമ്മളെ പാപത്തിൽ നിന്ന് വിടിവിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഇവിടുത്തെ ഭൂമിയിലെ നിയമങ്ങൾക്കും മതങ്ങൾക്കും അന്നത്തെ സാഹചര്യങ്ങൾക്കും കഴിയാതിരുന്നപ്പോൾ പ്രൈസോ പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു സന്തോഷത്തോടെ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഭൂമി വന്ന് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്ന, ജീവൻ തന്ന് നമ്മെ നേടി ദൈവസഭയുടെ ഭാഗമാക്കി മാറ്റി. അതാണ് അനാമതി കാലം മുതൽ കഴിഞ്ഞ കാലം പഴയ നിയമ ഭക്തന്മാർക്ക് മറഞ്ഞു കിടന്നത് പുതിയ നിയമസഭയ്ക്ക് അപ്പോസ്തലനായിരിക്കുന്ന ഹല്ലേലൂയ പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ വായിച്ചാൽ മനസ്സിലായി. സഭ എന്ന മർമ്മത്തെ കുറിച്ചാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-6 വരെയുള്ള വാക്യങ്ങളും കൊലോസ്യ ലേഖനം 1-26-27 വാക്യങ്ങളിലും പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമകാലത്ത് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടാതിരുന്നതും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി കിട്ടിയതുമായ സത്യങ്ങളെ ആണ് ഇവിടെ മർമ്മം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. പൗലോസ് അറേബ്യയിലായിരുന്ന കാലത്ത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. പൗലോസ് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയുടെ സാക്ഷ്യമായി തീരും മുമ്പ് താൻ അറേബ്യയിൽ മരുഭൂമിയിൽ ദൈവസനിൽ ദൈവത്തോട് ചേർന്നിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനെ വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12 പറയുന്നത് പോലെ ക്രിസ്തുവിൽ ഒന്നായി തീർന്ന സഭയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്.
അല്ലാതെ ആരുടെയും കുടുംബസ്വത്തല്ല. ചിലർ പറയുന്നത് ഞങ്ങളുടെ സഭ, എന്റെ ചർച്ച്, ഞങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞ് അവകാശം പറയുന്ന ശ്രോതാവി, അത് ലോകപ്രകാരമുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏക ശരീരത്തോട് ബന്ധമായതാണ്. അതുകൊണ്ട് ക്രിസ്തു എന്ന ഏക ശരീരം, ക്രിസ്തു എന്ന സഭയുടെ അംഗമായി, അതിനകത്ത് കൂട്ടവകാശിയായി, ഏക ശരീരസ്ഥനായി, വാഗ്ദത്തത്തിന് പങ്കാളിയായി നീ ജീവിക്കുമ്പോൾ, ക്രിസ്തുവേശുവിന് വേണ്ടി പൂർണ്ണമായിട്ട് നിങ്ങളെ ഒരുക്കി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥമായി ദൈവസഭയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഹല്ലേലൂയ, ആത്മാവിനാൽ മഹത്വമാകുന്ന മർമ്മങ്ങളെ കുറിച്ച് ഈ വെളിപ്പാടുകൾ പ്രാപിക്കുമ്പോൾ പൗലോസ് ആത്മാവിലായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ വചനം പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ പൗലോസ് ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ, വസിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ദൈവം നിനക്കും ഈ കാലഘട്ടത്തിൽ ശക്തമായ ദൂതുകളും ആലോചനകളും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെക്കുറിച്ചും സുവിശേഷത്തിന്റെ മർമ്മങ്ങളെക്കുറിച്ചും കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യാം. കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറി, ദുഃഖങ്ങൾ മാറി, കണ്ണുനീര് മാറി, വേദനകൾ മാറി, പരിഭവങ്ങളും അല്ലെങ്കിൽ ഒക്കെ മാറിയിട്ട് നിങ്ങളുടെ കുറവുകളൊക്കെ ദൈവം പരിഹരിച്ച് നിങ്ങളെ നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാൻ, ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ. അല്ലെങ്കിൽ ഇന്നലകളിൽ എവിടെയെല്ലാം നീ പരാജയപ്പെട്ടോ, എവിടെയെല്ലാം തള്ളപ്പെട്ടോ, ഒറ്റപ്പെട്ടോ, അങ്ങനെയുള്ളവരുടെ മുമ്പിൽ നിന്നെ മാനിച്ചുയർത്തുവാൻ യേശു ആഗ്രഹിക്കുക. താങ്കൾക്ക് ആഗ്രഹമുണ്ടോ ശ്രോതാവേ? അല്ലാതെ നിങ്ങൾ പറയുന്നത് എന്റെ വിധിയാണ്, എന്റെ തലവിധിയാണ്, എനിക്കിങ്ങനെയൊക്കെ തന്നെയാ, എന്നെ ആർക്കും വേണ്ട, കർത്താവിന് പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് പിറുവിറുക്കാതെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ സഭയുടെ അംഗമായി നീ മാറി. ഹല്ലേലൂയ. കർത്താവിന്റെ കൂട്ടവകാശിയായി, വാഗ്ദത്തത്തിന് പങ്കാളിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ഒരുപാട് സഭകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ സഭകളുടെ ഭാഗമായി മാറിയിട്ട് നീ കർത്താവിൽ കൂട്ടവകാശിയും ഏക ശരീരത്തിന്റെ ഭാഗവും, ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഭാഗവും വാഗ്ദത്തത്തിന് പങ്കാളികളുമാണെന്ന് പറഞ്ഞാൽ നിനക്ക് അനുഗ്രഹം കിട്ടണമെന്നില്ല. ലോകപ്രകാരമുള്ള അനുഗ്രഹമൊക്കെ താൽക്കാലികമാണ്, അത് വേഗം വരും പോകും. രക്തം ചെയ്യാൻ വലിയ ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങളൊക്കെ മലവെള്ളം പൊട്ടി ഒഴുകി വരുന്നത് പോലെയാണ്. അല്ലേരിയ ലോകപ്രകാരം ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ മലവെള്ളം പൊട്ടി ഒഴുകി വരുന്നത് പോലെ കയ്യിൽ വന്ന് കയറും. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഒഴുകിപ്പോകും. ആ മലവെള്ളം പൊട്ടി ഒഴുകി വന്ന സ്ഥാനം പിന്നെ നോക്കുമ്പോൾ കല്ലുകൾ കൊണ്ടും മുള്ളുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും കുറ്റികൾ കൊണ്ടും പാറക്കെട്ടുകൾ കൊണ്ടും പാറക്കഷണങ്ങൾ കൊണ്ടും നിറഞ്ഞു കിടക്കുന്നത് പോലെ, പിന്നീട് അത് ഉപയോഗശൂന്യമായി മാറുന്നത് പോലെ ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളൊക്കെ അങ്ങനെ അത് മലവെള്ളം പോലെ വന്ന് അത് പിന്നീട് ഒഴുകിക്കൊണ്ട് പോയി കഴിയുമ്പോൾ പിന്നെ നിന്റെ അവസ്ഥ വെറും ശൂന്യമായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി നീ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് കൂട്ടവകാശിയായി, ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഏകഭാഗമായി എഴുതിയ ആ വാഗ്ദത്തത്തിന് പങ്കാളികളായി നീ ജീവിച്ചാൽ നിനക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയില്ല. അത് നിത്യമായതാ. രക്തം ചെയ്യും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭാരമനുഭവിക്കുന്ന, കഷ്ടം സഹിക്കുന്ന, ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ വേളയിലൂടെ കടന്നു പോകുന്ന, രോഗശയ്യയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ പ്രഭാതത്തിൽ പറയുവാനുള്ള ദൂത്, ഹല്ലേലൂയ, നീ ദൈവത്തിലേക്ക് എപ്പോൾ അടുത്തു വരുന്നോ അപ്പോൾ ദൈവം നിന്റെ അരികിലേക്ക് അടുത്തു വരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുറവുകളെ, പാപങ്ങളെ നീ എപ്പോൾ ഏറ്റുപറയുന്നു അപ്പോൾ നിനക്ക് സമാധാനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഈ നിന്റെ ജീവിതത്തിന്റെ അകൃത്യമായ സ്വഭാവങ്ങളെ, പാപ സ്വഭാവങ്ങളെ നീ ഉപേക്ഷിച്ച് ക്രിസ്തുവിനോട് കൂടെ വസിപ്പാൻ നീ തയ്യാറാകുമ്പോൾ ക്രിസ്തു നിന്നോട് കൂടെ വസിക്കും. രക്തം ചെയ്യും. നീ ലോകത്തിന്റെ വെളിച്ചമായി മാറും. ലോകത്തിന്റെ വെളിച്ചമായ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ
നീ ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഏകഭാഗമായി, ശരീരത്തിന്റെ അംശമായി, ഒരപ്പത്തിന്റെ അംശയായി, കൂട്ടവകാശിയായി, വക്തത്വത്തിന് പങ്കാളിയായി നീ കർത്താവിന് വേണ്ടി സ്തോത്രം സൗരഭ്യവാസനയായി മാറും. ഹല്ലേലൂയ. ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കിനെ പോലെ, ജ്വലിച്ച് പ്രകാശിച്ച യോഹന്നാൻ സ്നാപകനെ പോലെ ഹല്ലേലൂയ നിന്നെ ദൈവ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. രക്തം ചെയ്യും. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ലോകത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രയോജനപ്പെടേണ്ടത്. അത് നിന്റെ അല്ലലുകൾ മുഴുവൻ മാറ്റുവാൻ, നിന്റെ കണ്ണുനീരൊപ്പാൻ ലോകത്തിന് കഴിയില്ല. നിന്റെ അല്ലലുകൾ മാറ്റി നിന്റെ കണ്ണുനീരൊപ്പി നിന്റെ കുടുംബത്തിനകത്ത് ദൈവികമായ ശ്രേഷ്ഠതയെ തരുവാൻ യേശു ആഗ്രഹിക്കുക. ഇന്ന് പകൽ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ നീ മദ്യത്തിന് അടിമയാണെങ്കിൽ, മയക്കുമരുന്ന് അടിമയാണെങ്കിൽ, ഈ ലോകത്തിന്റെ ജടികമായ ജീവിതങ്ങൾക്ക് നീ അടിമപ്പെട്ട് പുറത്തുവരാൻ കഴിയാതെ നീ ബന്ധിക്കപ്പെട്ടവനായി നീ കിടക്കുകയാണെങ്കിൽ, അതിൽ നിന്നെ പുറത്തെടുത്ത് നിന്നെ ക്രിസ്തുവിൽ സ്വതന്ത്രനാക്കി ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. അല്ലേ, നിനക്ക് പൂർണ്ണമായ വിടുതൽ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പൂർണ്ണമായ ഒരു വിടുതൽ ദൈവം തരാൻ ആഗ്രഹിക്കുക. സ്തോത്രം. നിന്റെ നിരാശകളെ മാറ്റുവാൻ, നിന്റെ ദുഃഖങ്ങളെ മാറ്റുവാൻ യേശു ആഗ്രഹിക്കുന്നു. ആമേൻ. നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ കരം നിനക്ക് നേരെ നീട്ടുകയാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ നീ കരഞ്ഞ സകല അനുഭവത്തിലും നിന്റെ വായിൽ ചിരി തന്ന് നിറയ്ക്കാൻ പോവുക. രക്തം ചെയ്ത് വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളൊക്കെ തട്ടി നീ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരുപക്ഷെ ജോലിയില്ലാതെ, കടബാധ്യതകളാൽ, ഒരു ഭവനമില്ലാതെ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ, വിവാഹം നടക്കാതെ, ഒരു തലമുറയെ കിട്ടാതെ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അമലരിയ കിടപ്പ് രോഗിയാണെങ്കിൽ, മരണം മാത്രം മതി എന്നൊക്കെ ഓർത്ത് ജീവിതം കഴിച്ചു കൂട്ടുന്നവരാണെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ദൂത്, നീ യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറായാൽ രക്തം ചെയ്യണം. നീ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ തയ്യാറായാൽ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സർവ്വതാവേ, നിന്റെ അവസ്ഥകളെല്ലാം ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നിന്റെ അവസ്ഥകൾ മാറ്റുവാൻ യേശുവിനെ കഴിയുള്ളൂ. നിന്റെ സ്ഥിതിഗതികൾ മുഴുവൻ അറിയുന്നവൻ യേശുവാ. നിന്റെ കുടുംബത്തിന്റെ സകല സാഹചര്യങ്ങളും അറിയുന്നവൻ യേശുവാ. നീ നിലവിളിക്കുന്ന മുമ്പ് നിന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങൾ അറിയുന്നവൻ യേശുവാ. നിന്റെ നിരൂപണം പോലും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവൻ യേശുവാ. അല്ലേ, നീ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ തന്നെ അവന്റെ കണ്ണ് നിന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലകളിൽ നീ കരഞ്ഞ സകല കണ്ണുനീരും അവന്റെ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. അതും അവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിക്ഷേപമാണ്, കൂട്ടവകാശിയാണ്, ക്രിസ്തുവെന്ന ശരീരത്തിന്റെ ഭാഗമാണ്, വാഗ്ദത്തത്തിന് പങ്കാളിയാണ്. ആ അനുഭവത്തിലേക്ക് യേശു നിന്നെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. നിന്റെ ജീവിത സാഹചര്യങ്ങൾക്കെല്ലാം ദൈവം മാറ്റം തന്ന അല്ലേലിയ പുതിയ അനുഭവത്തിലേക്ക്, പുതിയ അനുഭവത്തിന്റെ പാഠങ്ങളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. പ്രൈസലേ. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൈപിടിച്ച് നടത്തുന്നത് പോലെ അവരെ കൈപിടിച്ച് ഓരോ ദിവസവും അവർക്ക് നല്ല ചിന്തകൾ പറഞ്ഞു കൊടുത്ത്, നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുത്ത്, അവരെ ഉയരങ്ങളിലേക്ക്, അവരെ ഉന്നതങ്ങളിലേക്ക്, അവരെ ജീവിത ഭാവിയിലേക്ക് നാം അവരെ കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ട് വരുന്നത് പോലെ യേശുവിന്റെ കരങ്ങളിൽ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അവൻ നിന്റെ വലങ്കരങ്ങളിൽ പിടിച്ചു കഴിയുമ്പോൾ, ഓരോ ദിവസവും നിനക്ക് വേണ്ടുന്ന ആലോചനകളും നിനക്ക് വേണ്ടുന്ന വെളിപ്പാടുകളും ദർശനങ്ങളും തന്ന് വഴിയിലെ എന്ന് പറഞ്ഞ് നിന്നെ നേരായ പാതയിലൂടെ കൊണ്ടുപോയി നിന്റെ സകല പ്രതിസന്ധികളെ മാറ്റി ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ രക്തം ചെയ്യാം യേശു ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വചനം എന്താണ്? അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളാണ്. അല്ലേലിയ സ്തോത്ര, ഏക ശരീരസ്ഥരാണ്, വാഗ്ദത്തത്തിന് പങ്കാളിയാണ്. അല്ലേലിയ, നീ കർത്താവിന് വേണ്ടി നിൽക്കണം, അഭിമാനത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കണം. അല്ലേലി. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, കൂട്ടവകാശികളായി തീരുവാൻ നിങ്ങൾ കർത്താവിന്റെ മക്കളായി, പുത്രന്മാരായി ഹല്ലേലൂയ മാറേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കൂട്ടവകാശികളായി മാറുവാൻ
ആമേൻ ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഭാഗമായി മാറുവാൻ, വാഗ്ദത്തത്തിൻ പങ്കാളികളായി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുത്രിമാരുമായി മാറണം. പ്രൈസ് ദി ലോർഡ്. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ഹല്ലേലൂയ സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അവർക്ക് അധികാരം കൊടുത്തു എന്ന്. ഹല്ലേലൂയ. അപ്പം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ അധികാരം കൊടുത്തു. അത് ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ, ദൈവരാജ്യത്തിന്റെ നന്മകൾ. ആമേൻ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൽ കൂട്ടവകാശി, ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ വാഗ്ദത്തത്തിന് പങ്കാളികളായി മാറണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ മക്കളെങ്കിൽ അവകാശിയുമാകത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ സ്വീകരിക്കും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ തന്നെ പരിശുദ്ധാത്മാവ് സാഹചര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആ വെളിപ്പാട് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശുവിന്റെ ജനനത്തിന് മുമ്പേ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, യോസേപ്പിനോടും മാറിയോടും പറഞ്ഞു കൊടുത്ത ദൈവിക സന്ദേശമാണ്. എന്താണ്? അവൻ തന്റെ ജനത്തെ, ഈ ലോകത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന ജനത്തെ, ഹല്ലേലൂയ, സകല ജനത്തെ, ഹല്ലേലൂയ, അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ നീ അവൻ യേശു എന്ന് പേർ വിളിക്കണം. അപ്പൊ യേശുക്രിസ്തുവിന് മാത്രമേ സകല ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ കഴിയുന്നുള്ള യാഥാർത്ഥ്യം വേദപുസ്തകം യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ യേശു മറിയയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ്. ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടുമ്പോൾ, കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, പാപത്തിന് പരിഹാരം വരുത്തുമ്പോൾ, ശുദ്ധീകരണം വരുത്തുമ്പോൾ, ഹല്ലേലൂയ, നാം കർത്താവായ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളായി മാറുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന ഏക ശരീരത്തിന്റെ ഭാഗമായി വാഗ്ദത്തത്തിന് പങ്കാളികളുമായി മാറുന്നു. അങ്ങനെ നമുക്ക് ക്രിസ്തുവിനോട് ചേരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് യേശുവിനെ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് കൂട്ടവകാശിയായി തീരത്തില്ല. ഹല്ലേലൂയ. ചില ആളുകളുണ്ട് അങ്ങനെയൊക്കെ. നമ്മൾ ലോകത്തിന് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറഞ്ഞ് യേശുവിനെ അറിയാമെന്ന് പറയും. യേശുവിനെ അറിയില്ല എന്ന് ആരും പറയില്ല. കാരണം യേശുവിനെ എല്ലാവർക്കും അറിയാം. യേശുവിനെ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് കൂട്ടവകാശികളാകത്തില്ല കേട്ടോ. യേശുവിനെ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ക്രിസ്തു എന്ന ഏക ശരീരത്തിന്റെ ഭാഗമാകത്തില്ല. യേശുവിനെ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ വാഗ്ദത്തത്തിൽ പങ്കാളിയാകത്തില്ല. മക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ന്യൂ ജനറേഷൻ പാപത്തിൽ വീണ്ട് ശാപത്തിൽ വീണ്ട് ദൈവവുമായി ബന്ധമില്ല. അവർ യേശുവിനെ ആരാധിക്കുന്നു, യേശുവിന്റെ മക്കളാന്നാ പറയുന്നത്. ഞാൻ എന്നാലും ഒരു സഹോദരിയോട് സംബന്ധിച്ച് ഇന്നും ആ സഹോദരിയോട് പള്ളിയിൽ പോകത്തില്ല, ആരാധനയ്ക്ക് പോകത്തില്ല. ഞാൻ യേശുവിന്റെ മോളാ, യേശു അപ്പച്ചൻ എന്നെ രക്ഷിക്കും, യേശു അപ്പച്ചൻ എനിക്ക് നേരിട്ട് വരുമെന്നൊക്കെയാ പറയുന്നത്. ഉണ്ടായിരിക്കും, ഞാൻ എനിക്കറിയത്തില്ല. പള്ളിയിൽ പോകത്തില്ല, ആരാധനയ്ക്ക് പോകത്തില്ല, സഭായോഗത്തിന് പോലെ ദൈവമായി യാതൊരു ബന്ധവുമില്ല. ആ വെളിച്ചപ്പാടത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുക. ലേരിയ അവര് പറയുന്നത് ഞങ്ങൾക്ക് വലിയ മെമ്പർഷിപ്പ് ഉണ്ട്, ഞങ്ങളെ മെമ്പർഷിപ്പ് തന്ന് ഞങ്ങളെ ഇരുത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഉണ്ട്, ഞങ്ങളെല്ലാം ലീഡറാണ് എന്നൊക്കെയാ പറയുന്നത്. അതിന്നത്തെ ഒരു ശുശ്രൂഷയെ കേട്ടോ. വരുന്നവരെല്ലാം സഭയുടെ മെമ്പർഷിപ്പ് കൊടുത്ത് അവരെല്ലാം ലീഡർ സ്ഥാനത്താക്കി ലേരിയ തള്ളിയിടുന്നവരെയും താഴെ വിടുന്നവരെയും ചവിട്ടി തൊഴിച്ചിടുന്നവരെയൊക്കെ പിടിക്കുവാൻ ചിലരെയൊക്കെ ഈ ലീഡറാക്കി വെച്ചിട്ടുണ്ട്. എന്നോട് ആ കുട്ടി പറഞ്ഞു ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ സഭയിൽ ചെയ്യും. ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്, നിനക്ക് കർത്താവായ യേശുക്രിസ്തുവായിട്ട് യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞു. നീ രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, അഭിഷേകമുള്ളതാണോ, ദൈവസഭയോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് ക്രിസ്തുയേശുവിൽ കൂട്ടവകാശിയാകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ.
ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഭാഗമാകാൻ കഴിയുള്ളൂ. വാഗ്ദത്തത്തിന് പങ്കാളിയാകണം. നീ കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ സ്തുതിക്കണം, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സഭയോട് ചേർന്ന് നിൽക്കണം. അല്ലാതെ ഞാൻ യേശുവിന്റെ ആളാണെന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന വെളിച്ചപ്പാടത്തിയുടെ ആത്മാവാണ്. പൗലോസ് അവളെ ശാസിച്ചപ്പോൾ എന്ത് ചെയ്തു? അവളുടെ ഭൂതത്തെ ശാസിച്ച് വിട്ടുപോയി. അവൾ സ്വതന്ത്രമായി മാറി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദരി, നീ ഇനിയെങ്കിലും മാനസാന്തരപ്പെടണം. പ്രൈസറോ, ഞാൻ ആ വീട്ടിൽ പോകാറുണ്ട്. ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അവരങ്ങ് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. യേശുപ്പച്ചൻ ഞാൻ നിങ്ങളുടെ സഭയിൽ പോകും. ഞങ്ങൾ സഭയിലൊന്നും പോകുന്നില്ല. ഭർത്താവ് പോകുന്നുണ്ടോ? ഞാൻ പോകാത്തോണ്ട് പോകുന്നില്ല. ഇപ്പം അമ്മയും വിടത്തില്ല. ഇപ്പൊ അമ്മയും കൂടെ മകള് ബന്ധിച്ചിരിക്കുക. അപ്പൊ 3 പേരും വീട്ടിനകത്തിരിക്കുക. തകർന്ന് തരിപ്പണമായി. ക്രിസ്തുവിനെ അറിഞ്ഞവർ, ക്രിസ്തുവിനെ കേട്ടവർ, ക്രിസ്തുവിന്റെ കൽപ്പന സ്വീകരിച്ച പിന്നത്തേതിന് അവരെ തള്ളിക്കളഞ്ഞ് പരിഹസിച്ച് വീട്ടിനകത്ത് സ്വന്തം എന്ന് പറഞ്ഞ് പലതും ഉണ്ടാക്കിയെടുത്തില്ലാത്ത ദർശനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ കബളിപ്പിക്കുന്ന ഒരുപാട് ജനം ഇന്നത്തെ ന്യൂ ജനറേഷന്റെ ഇടയിലുണ്ട്. അല്ലേ? അവരുമായിട്ട് സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാകും യഥാർത്ഥ വിശ്വാസി എന്താ. യഥാർത്ഥ വിശ്വാസി ആരാ? അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊടുത്തവനാ, ജീവിതം കൊടുത്തവനാ, അവനെ സമർപ്പിച്ചവനാ, മാനസാന്തരപ്പെട്ടവനാ, വിശ്വാസ സ്നാനം സ്വീകരിച്ചവനാ, ആത്മസ്നാനം സ്വീകരിച്ചവനാ, അല്ലെങ്കിൽ അപ്പോസ്തലിക ഉപദേശം കൈക്കൊള്ളുന്നവനാണ്, അല്ലെങ്കിൽ വേർപാടും വിശുദ്ധ ജീവിതം നയിക്കുന്നവന്, കൂട്ടായ്മയിൽ പങ്കാളിയ, കൂട്ടായ്മ മുടക്കാതെ, ആരാധന മുടക്കാതെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിൽ പങ്കാളിയ, അപ്പം നുറുക്കലും കൂട്ടായ്മയിലും അവൻ വിശ്വസിച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്നവനാണ് കൂട്ടവകാശി എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗം, വാഗ്ദത്തത്തിൽ പങ്കാളിയവരാണ്. അവിടെ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. യേശു വരാൻ സമയമായി. യേശു തന്റെ ദൂതന്മാരുമായി മധ്യാകാശത്തിൽ വരാൻ സമയമായി. മരിച്ച വിശുദ്ധന്മാരൊക്കെ ഉയർക്കുവാൻ സമയമായി. ഹല്ലേലൂയ. ജീവനോടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും അവരോടുകൂടെ എടുക്കപ്പെടാൻ സമയമായി. കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടങ്ങളിലേക്ക് ഏകദേശം കാലം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അന്ത്യകാലത്തിന്റെ സകല ലക്ഷണങ്ങളും ലോകത്തെ സംഭവിക്കുമ്പോൾ, ലോകത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, ഇനിയെങ്കിലും പ്രിയ സഹോദര സഹോദരി, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കണം. ലോകത്തിന്റെ സുഖങ്ങളിൽ, ലോകത്തിന്റെ പാപ ഇംഗിതങ്ങൾക്ക് ഒക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് ദൈവവചനത്തെ അനുസരിച്ച് ദൈവവചന പ്രകാരം നീ മുമ്പോട്ട് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ, കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, നിന്റെ ജീവിതത്തിലെ സകല പാപങ്ങളും ഏറ്റുപറയുമ്പോൾ, യേശു തന്റെ രക്തത്താൽ നിന്റെ പാപങ്ങൾക്ക് ശുദ്ധീകരണം വരുത്തി നിന്നെ ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റും, കൂട്ടവകാശിയാക്കി മാറ്റും. രക്തം ചെയ്യും. അല്ലേ? അതാണ് ദൈവത്തെ വചനം. അപ്പൊ ക്രിസ്തുവിന്റെ അവകാശികളായതിനു ശേഷം നമ്മിൽ ജാതി വ്യത്യാസമോ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന വ്യത്യാസമോ ഇല്ല. ക്രിസ്തുവിൽ നാം കൂട്ടവകാശികളായി മാറിക്കഴിഞ്ഞാൽ, ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, പിന്നെ നമ്മൾ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും പാരമ്പര്യത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലും തമ്മിലടിക്കത്തില്ല. ഇന്നും ദൈവസഭയ്ക്കകത്ത് ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലും സ്ഥാനമാനങ്ങളുടെ പേരിലും തമ്മിലടിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിൽ കൂട്ടവകാശിയല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനോ രക്ഷിക്കപ്പെട്ടവളോ അല്ല. ഇന്ന് നിങ്ങൾ ലോകത്തിന്. അതുകൊണ്ടാണ് നിങ്ങൾ പാരമ്പര്യം പറയുന്നത്. അതുകൊണ്ട് സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ നിറവും വർണ്ണവും ജാതിയും പറഞ്ഞ് നീ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതിന്റെ കാരണം നീ മാനസാന്തരപ്പെടാത്തവനായതുകൊണ്ടാണ്. നീ മാനസാന്തരപ്പെടാത്തവളായതുകൊണ്ടാണ്. നീ മാനസാന്തരപ്പെട്ടവനോ മാനസാന്തരപ്പെട്ടവളോ ആണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ലോകത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനോട് ചേരുന്നവൻ, ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഭാഗമായി മാറുന്നവൻ, ക്രിസ്തുവിൽ കൂട്ടവകാശി വാഗ്ദത്തത്തിൽ പങ്കാളികളുമായി തീരുന്ന സകലരെയും നീ സഹോദരനായി സഹോദരിയായി നീ അവരെ ചേർത്ത് പിടിക്കും. പിന്നെ നീ അവരോട് ജാതി പറയത്തില്ല, എന്റെ മഹിമയും പൊങ്ങച്ചൊന്നും പറയത്തില്ല. അങ്ങനെ പറയുന്നവർ മാനസാന്തരപ്പെടാത്തവരാണ്. രക്തം ചെയ്യും. ഇന്ന് സഭയുടെ ഉന്നത തലപ്പത്തിരിക്കുന്നവർ പോലും ജാതി പറയും. ഹല്ലേലൂയ. കറുത്തവനെന്നും വെളുത്തവനെന്നും, കറുത്തവനൊരു സഭ, വെളുത്തവനൊരു സഭ, കറുത്തവനൊരു വാസ്, വെളുത്തവനൊരു വാസ്. പാസ് ചില കറുത്തതാണെങ്കിൽ സഭയിലുള്ള വെളുത്തവരെല്ലാം കൂടെ പാസ് അടിച്ചൊതുക്കും. ഹല്ലേലൂയ. പാസ് വെളുത്തവനാണെങ്കിൽ സഭയുള്ള വെളുത്തവരെല്ലാം കൂടി പാസ് ഉയർത്തിപ്പിടിക്കും. സഭയുടെ മാറ്റം വരുമ്പോൾ സഭയിലെ സെക്രട്ടറി അടക്കം സഭയിലെ വിശ്വാസി പറയും, ഞങ്ങൾക്ക് കറുത്ത പാസ വേണ്ട, ഞങ്ങൾക്ക് വെളുത്ത പാസ മതി. എന്നെ കേൾക്കുന്ന പ്രൈസിലേക്കുന്ന കറുപ്പും വെളുപ്പും ഒക്കെ ദൈവമാണ് തന്നത്.
ഹല്ലേലൂയ. കറുപ്പും വെളുപ്പും ഒക്കെ ദൈവം തന്നതാ. അതിനെ നീ അംഗീകരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിന് പരിഹാരം വരുത്തി വിശുദ്ധ ജീവിതം നയിക്കുന്നവനെ ക്രിസ്തുവിൽ കൂട്ടവകാശിയാണെന്ന് നിനക്ക് വിശ്വസിക്കുവാനും നീ അംഗീകരിക്കുവാനും കഴിയണം. ഞാനും അവനും ക്രിസ്തു എന്ന ഏക ശരീരത്തിന്റെ ഭാഗമാണ്, ഒരു അപ്പത്തിന്റെ അംശയാണെന്ന് നീ അംഗീകരിക്കണം. ഞാനും അവനുമെല്ലാം വാഗ്ദത്തത്തിന് പങ്കാളിയാണെന്ന് നിന്റെ ഹൃദയത്തിനകത്ത് ബോധ്യം വരണം. അങ്ങനെ ഇല്ലാത്ത നീ വിശ്വാസിയല്ല, നീ മാനസാന്തരപ്പെട്ടവനുമല്ല, മാനസാന്തരപ്പെട്ടവളുമല്ല. നീ ഇന്നും ആ പഴയ സ്ഥാനത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ദൈവം വിളിക്കുന്ന കൂട്ടവകാശികളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് പകൽ നിങ്ങൾ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അതുകൊണ്ടാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമുക്ക് ഈ ഭാഗം വെളിപ്പെടുത്തി തന്ന അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഹല്ലേലൂയ എന്ന് ഈ ഒരു ബോധ്യം നിനക്ക് വേണം. ഈ ഒരു മർമ്മം നിനക്ക് ഈ ഒരു വെളിപ്പാണ് വേണ്ടിയത്. ഹല്ലേലൂയ. എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് നമുക്ക് വേണ്ടിയത്? സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനെ സ്നാനമേറ്റു. നാം എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുവെന്ന് വിശ്വസിക്കുന്നവനാണ് സഹോദരനെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്നത്. ഇന്ന് സഭയിൽ പോലും വ്യത്യാസമാണ്. സഭയിൽ പോലും ചിലരുടെ അരികിൽ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. അവരുടെ സ്ഥാനമാനത്തിനും പാരമ്പര്യത്തിനും പ്രൗഢിക്കും അവരുടെ നിറത്തിനും വണ്ണത്തിനും അവരുടെ കുടുംബത്തിനും പാരമ്പര്യത്തിനും അനുസരിച്ച പലരും സഭയിൽ വരികയും പോവുകയും ചെയ്യുന്നത്, സഭയിൽ വന്നിരിക്കുന്നത്. സാധുവായ ഒരു മനുഷ്യനെ കണ്ടാൽ വണ്ടിയുള്ളവൻ കയറ്റിക്കൊണ്ടു പോകത്തില്ല. കാരണം കറുത്തവൻ വെളുത്തവന്റെ കാറിൽ കയറിയിരുന്നാൽ എന്തെങ്കിലും അശുദ്ധി പറ്റിയാൽ എന്തോ ചെയ്യുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു ദൈവദാസം കൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. കുറച്ച് ദൈവദാസം കണ്ടപ്പോൾ വഴിയിൽ വെച്ചൊരു വിശ്വാസിയെ കണ്ടു. ഹല്ലേലൂയ. പുള്ളിക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല, എന്തെങ്കിലും നിറമൊന്നുമില്ല, സാധാരണക്കാരനായ വിശ്വാസി. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വണ്ടി സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ ആ വണ്ടി ഓടിക്കുന്നവരോട് പറഞ്ഞു, എന്റെ വണ്ടിയില്ല, ഞാൻ ആ വണ്ടി യാത്ര ചെയ്യാൻ ഒരു മീറ്റിങ്ങിന് പോവുക, ഒന്നിച്ചു പോവുക, ടീം വർക്കാം, നമുക്ക് ആ സഹോദരനോട് കയറ്റിക്കൊണ്ട് പോകാം, നടക്കുകയല്ലേ. അപ്പൊ സഹോദരൻ അല്ലെങ്കിൽ എന്ന വണ്ടിയുടെ ആളുകൾ പറഞ്ഞു, നമ്മുടെ വണ്ടിയെ സ്ഥലമില്ല ബസ്, എല്ലാവരോടും കയറിയ ഭയങ്കര ഞെരുക്കമാണ്. ഞെരുക്കം. പിന്നെ ഞങ്ങൾ ചെയ്താലും യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചെല്ലു പറഞ്ഞു, അവനെ കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. അല്ലെങ്കിൽ അവനെ കയറ്റാൻ കൊള്ളത്തില്ല. എന്തുകൊണ്ടാണ്? അവനെ അംഗീകരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. അവന്റെ കുറവുകൾ അറിഞ്ഞ് നമ്മൾ അവനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ കുറവുകൾ മുഴുവൻ മനസ്സിലാക്കി, നമ്മുടെ ബലഹീനത മുഴുവൻ മനസ്സിലാക്കി, നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ജാതിയോ നോക്കാതെ, സ്ഥാനമാനങ്ങൾ നിറം വണ്ണം നോക്കാതെ, നമ്മുടെ വിദ്യാഭ്യാസം പണം നോക്കാതെ നമ്മെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. നമ്മുടെ കുറവുകളെ കണ്ട് സ്നേഹിച്ചൊരു ദൈവമുണ്ട്. നമ്മുടെ കുറവുകളെ കണ്ട് നമ്മെ ചേർത്ത് പിടിച്ചൊരു ദൈവമുണ്ട്. മകനാണ് മകളാണ് നമ്മൾ പറഞ്ഞൊരു ദൈവമുണ്ട്. ആ കർത്താവിന്റെ ആത്മാവിനെയാണ് ഇതിന്റെ ഉള്ളിൽ വേണ്ടിയത്. രക്തം ചെയ്യും. ഫ്രൈസറോ എല്ലാവരും ചേർത്ത് പിടിക്കണം കേട്ടോ. ഫ്രൈസറോ എല്ലാവരും ചേർത്ത് പിടിക്കണം. ഫ്രൈസറോ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഈ ലോകത്തിൽ അനവധി ആളുകൾ കേട്ടത് ഹല്ലേലൂയ ഈ മഞ്ഞാടിയിൽ നിന്നാണ്. നിങ്ങൾ അറിയണം, ഞാനത് പറയുമ്പോൾ നിങ്ങൾ പറയും ഞാൻ കെ പി യോഹന്നാന്റെ ആളാന്ന് പറയും. ഞാൻ കെ പി യോഹന്നാന്റെ ആളെന്നും അല്ല കേട്ടോ. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. അനവധി വിശ്വാസവീരന്മാർ, ദൈവമക്കൾ, ദൈവദാസന്മാർ അദ്ദേഹത്തിന്റെ പണം വാങ്ങി സുവിശേഷ വേല ചെയ്തിട്ടുള്ളവരാണ്. അദ്ദേഹത്തിന്റെ മരണം വരെ വാങ്ങിക്കണം. ഒരുപക്ഷെ മരണാനന്തരം ചിലപ്പോൾ അത് കിട്ടിയെന്ന് വന്നേക്കാം. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയാം. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ നിന്റെ നാവടക്കി. എന്നെ കേൾക്കുന്ന സഹോദരി, നീ നിന്റെ നാവടക്കി. എന്നെങ്കിലും നീ കുറ്റം പറയാതെ വഴിയാരാതെ. ദൈവം നീതിമാന, ദൈവത്തിന് വിട്ടുകൊടുക്കുക കാര്യങ്ങളൊക്കെ. നീതി നടത്തുന്ന, നീതിന്യായമൊക്കെ നടത്തുന്ന യേശുവാ. നീ ഭൂമിയിൽ ആരെയും വിധിക്കാനും ന്യായം നടത്താനും നിൽക്കണ്ട. നിന്റെ നിത്യത നഷ്ടപ്പെടും.
അപ്പൊ സുവിശേഷത്തിന് വേണ്ടി ആരെല്ലാം നിന്നോ? ഞാൻ പറയാൻ കാരണം, ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ റേഡിയോ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ വീട്ടിലിരുന്ന് ഞങ്ങളുടെ അപ്പനൊക്കെ കണ്ടുപിടിക്കാനാണെങ്കിലും ആ മഞ്ഞാടിയിലെ സന്ദേശം വെക്കുമായിരുന്നു. ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഡെയിലി എല്ലാ വീടുകളിലും കേൾക്കും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വീടുകളിൽ ഈ സന്ദേശം കേൾക്കുമായിരുന്നു. അത് മുഖാന്തരം ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളായി ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഭാഗമായി വാഗ്ദത്തത്തിൽ പങ്കാളികളായി മാറി. സ്തോത്രം. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വിവരിക്കാൻ നിൽക്കുന്നില്ല. അല്ലേ, നിങ്ങളൊക്കെ വിവരിച്ചാൽ മതി. ഞാൻ അദ്ദേഹത്തെ വിവരിക്കാൻ തയ്യാറല്ല. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മളെല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറാണ്, എല്ലാവരും കൈക്കൊള്ളാൻ. പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, പരിജ്ഞാനമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞു കൊടുത്ത് അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റിയെടുക്കുക. ആമി ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുക. ക്രിസ്തുവിൽ ആമി കൂട്ടവകാശിയാക്കി മാറ്റിയ വാഗ്ദത്തത്തിന്റെ പങ്കാളിയാണെന്ന് പറഞ്ഞവനെ കഷ്ടതയിൽ അവന്റെ ദുഃഖത്തിൽ സങ്കടം കൈപിടിച്ച് ഉയർത്തുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. അല്ലേരിയ. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞ് നീ അഹങ്കരിക്കരുത്. അങ്ങനെ അഹങ്കരിച്ച ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നിന്റെ അഹങ്കാരം അല്ലെങ്കിൽ മലവെള്ളം പൊട്ടി ഒഴുകി വരുന്നത് പോലെ നിന്റെ സാഗരവും അതുപോലെ വന്നിട്ട് അത് അതേപോലെ ഒഴുകിപ്പോയതുപോലെ ഒഴുകിപ്പോയി പിന്നെ അവിടെ ഒന്നിനും കൊള്ളാതെ വരും. നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ലാതെ വരും. മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. പൗലോസ് ആത്മാവിനാൽ എഴുതി തന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മം എന്തെന്ന് മനസ്സിലാക്കി നീ ആത്മാവിൽ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിന്റെ കൂട്ടു സഹോദരനെ, കൂട്ടു സഹോദരിയെ ആമി സ്നേഹിക്കാൻ കഴിയണം. അവനോട് ചേർന്ന് അവന്റെ വായിലിരുന്ന് അവന്റെ കൂടെ ഇരുന്ന് ഒന്നിച്ച് ആരാധിക്കണം. അവനെ കൂട്ടിക്കൊണ്ട് പോകണം. അവനെ ചേർത്ത് പിടിക്കേണ്ട കഷ്ടങ്ങൾ അറിയണം, അവന്റെ സങ്കടങ്ങൾ അറിയണം, അവനെ സഹായിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. നീ ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ ബലഹീനതയിൽ ഇറങ്ങിച്ചെന്ന് അവന്റെ ബലഹീനത എന്താണ്, അവന്റെ സങ്കടം എന്താണ്, അവന്റെ കുടുംബത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അവന് കൈത്താങ്ങൽ കൊടുക്കുവാൻ കഴിയണം, അവനെ ആശ്വസിപ്പിക്കണം. ഹല്ലേലൂയ. തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. നിങ്ങൾക്ക് മാതാപിതാവി, നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങൾ കണ്ണോടിച്ചു നോക്കിയാട്ട് എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്നത്. ഒരാശ്വാസ വാക്ക് കേൾക്കാൻ വേണ്ടി, ഒരു സന്തോഷ വാക്ക് കേൾക്കാൻ വേണ്ടി, മകനെയും മകളെയും എന്ന് വിളിക്കുന്ന ആ ശബ്ദം കേൾക്കുവാൻ വേണ്ടി, മനസ്സ് നിറഞ്ഞെന്ന് സന്തോഷിപ്പാൻ, മനസ്സ് നിറഞ്ഞെന്ന് ആനന്ദിപ്പാൻ, നിന്റെ ഒരു നല്ല വാക്ക് കേൾക്കാൻ എത്രയോ ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. കാലങ്ങളായി കരഞ്ഞ് നിലവിളിച്ച് വേദനയുടെ നടുവിലൂടെ കടന്നു പോകുന്ന അനേകം നമുക്ക് ചുറ്റിലുമുണ്ട്. പ്രിയസോദാമി, വഴിയോരങ്ങളിലേക്ക് നീ ചെന്ന് നോക്കിയാട്ട് ആമിനാരൂരുമില്ലാതെ ഒറ്റൊരു ഉടവില്ലാതെ ആമിൻ ഓരോ ദിവസം ഓരോരുത്തരും കൊണ്ട് കൊടുക്കുന്ന ആഹാരങ്ങൾ കൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരെ കാണാം. അവർക്കുമുണ്ട് സങ്കടങ്ങൾ പറയുവാൻ. വഴിയോരത്ത് വിഷയാരിച്ച് നടക്കുന്ന വിഷക്കാനും അവന്റെ ജീവിതം പറയുവാനുണ്ട്. അല്ലേലി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാതാപിതാക്കൾ ആരെന്നറിയാൻ കഴിയാത്ത ആമി കുഞ്ഞു കുട്ടികൾക്കും അവരുടെ കഥകൾ പറയുവാനുണ്ട്. എല്ലാവരും തള്ളപ്പെട്ട് മക്കളെ ഓർഫനേജിൽ കൊണ്ടുവിട്ടിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒറ്റപ്പെട്ട കുഞ്ഞുങ്ങൾക്കും കഥകളുണ്ട് പറയുവാൻ. ജീവിതത്തെ അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ സുഖമായി ജീവിക്കുന്നവരോട് പറയട്ടെ, വോൾട്ടേജ് ഭൂമിയിലായിരിക്കുന്ന മാതാപിതാക്കൾക്കും പറയുവാനുള്ള സങ്കടങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവർക്കും സങ്കടമുണ്ട്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും സങ്കടങ്ങൾ കേട്ട് അവനെ സഹായിക്കുന്നവനായിരിക്കണം യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. അവരാണ് യഥാർത്ഥ ദൈവമക്കൾ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ സഭയിൽ വരുന്ന പാസ്റ്ററെ നീ സ്നേഹിക്കണം. നിന്റെ സഭയിൽ വരുന്ന വിശ്വാസിയെ നീ സ്നേഹിക്കണം. പരസ്പരം ബഹുമാനം വേണം. ആശ്രമം കൊടുക്കണ്ടേ, ആദരവ് കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ സഭയിലൊക്കെ ദൈവദാസന്മാർ വന്നൊരു 3 വർഷം ഇരിക്കും. 3 വർഷം കഴിയുമ്പോൾ സ്ഥലമാറ്റമാകും. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ചിലർക്ക് പറഞ്ഞു കേട്ടു, സ്ഥലമാറ്റമായി കഴിയുമ്പോൾ പാസ്റ്ററെ അനുകൂലിച്ചൊരു കൂട്ടർ കാണും, പാസ്റ്റർക്ക് പ്രതികൂലമായ ഒരു കൂട്ടർ കാണും. 3 വർഷം ദശാംശം കൊടുത്തതിന്റെ പേരിൽ, 3 വർഷം സ്വോത്രപാഴ്ച കൊടുത്തതിന്റെ പേരിൽ ആ സ്ഥലിയ പാസ്റ്റർ സെന്റ് ഓഫിന്റെ അന്ന് പാസ്റ്റർ ഊടുപാട് തേറി പറഞ്ഞ് കൊടുത്തതെല്ലാം വിളിച്ചു പറഞ്ഞ അനവധി സംഭവങ്ങൾ നമ്മുടെ അടുത്ത മുമ്പിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവേ, നീ കർത്താവിന്റെ ദാസന് ദൈവത്തിന്റെ അഭിഷേകന്മാർ കൊടുത്തിട്ട് ആ ദൈവദാസൻ സ്ഥലം മാറി പോകുമ്പോൾ കണ്ണുനീരോടെ നീ പറഞ്ഞയച്ചാൽ നിന്നെ, നിന്റെ കുടുംബത്തിന്, നിനക്കും നിന്റെ മക്കൾക്ക് ശാപമായി മാറും. ഹല്ലേലൂയ. നീ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ചതുകൊണ്ട് ആ ശാപം മാറത്തില്ല. നിന്റെ കുടുംബത്തിന്റെ, നിന്റെ മക്കളുടെ, നിന്റെ തലമുറ ഒരു ദൈവദാസന്റെ ഒരു അഭിഷേകത്തിന്റെ കണ്ണുനീര് വീണാൽ ഹല്ലേലൂയ, നീ അതിന് എണ്ണി മറുപടി കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൂക്ഷിച്ച് വേണം ദൈവത്തിന്റെ അഭിഷേകന്മാരോട് ഇടപെടാൻ കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്
അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകുവാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ നാം ക്രിസ്തുവേശുവിന്റെ ഭാവമുള്ളവരായി മാറണം, ക്രിസ്തുവേശുവിന്റെ സ്വഭാവമുള്ളവരായി തീരണം. നമ്മുടെ കഴിഞ്ഞകാല ജീവിത സാഹചര്യങ്ങൾ പൊസിഷനും മാറി ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് തിരിച്ചറിവുണ്ടായിരിക്കണം. രക്തം ചെയ്യും അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികൾ മാത്രമല്ല, ദൈവം വാഗ്ദത്തം ചെയ്തതിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളുമാണ്. അല്ലെങ്കിൽ പൊതുവെ നാം ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ പലരും ആഗ്രഹിക്കുമ്പോൾ അവർ പലരും കൂടി ഒന്നിച്ച് ബിസിനസ്സുകൾ ആരംഭിക്കും. ഒന്നിച്ച് ബിസിനസ്സുകൾ ആരംഭിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സംരംഭം വളരും. മാസം അവസാനമോ അല്ലെങ്കിൽ വർഷത്തിലോ കണക്ക് നോക്കുമ്പോൾ ലാഭവിഹിതം അവർ വീതിച്ച് പരസ്പരം സന്തോഷത്തോടെ കൈമാറിയെടുക്കുന്നത് പോലെ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ചേരുമ്പോൾ നാം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിന്റെ മഹത്വമേറിയ വേലയില് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് കൂട്ടവകാശിയാ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, വാഗ്ദത്തത്തിൽ പങ്കാളികളായി ക്രിസ്തുവിന്റെ സഭയോട് ചേർന്ന് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ സൗമ്യതയുടെ ആത്മാവിൽ നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവനായിരിക്കണം. രക്തം ചെയ്യും ജീവിതം കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കണം. അത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരുമാകണമെന്ന് ഹല്ലേലൂയ പൗലോസ് അപേക്ഷിക്കുക. കൊലോസ്യ ലേഖനം 1:12-13 ഭാഗത്തേക്ക് വരുമ്പോൾ ആ ദൈവിക സന്ദേശം ദൂത് കാണാം. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പറയാമോ? കർത്താവി, ജീവിതത്തിൽ ഒരുപാട് കുറ്റങ്ങൾ, കുറവുകൾ, ബലഹീനതകൾ വന്നിട്ടുണ്ട്. ഒരുപാട് കർത്താവി പ്രതിസന്ധികൾ കടന്നു പോയിട്ടുണ്ട്. അങ്ങേ വിശ്വസിക്കുവാൻ, ഞങ്ങളുടെ ഭദ്ര മത്സരിക്കുവാൻ, അങ്ങയോട് കൂട്ടവകാശി, ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായി വാഗ്ദത്തത്തിൽ പങ്കാളിയായി ജീവിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ലോകമനുഷ്യനായി ജീവിച്ചു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലെ മരണത്തോടെ എന്നെ അങ്ങയുടെ കൂട്ടവകാശി, ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായി എന്നെ പങ്കാളിയാക്കി മാറ്റിയത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. എന്റെ കുടുംബത്തെ, എന്റെ ഭർത്താവിനെ, എന്റെ മക്കളെ, എന്റെ ഭാര്യയെ, എന്റെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. എന്റെ ദേശത്തെ, എന്റെ ജനത്തെ, എന്റെ സമൂഹത്തെ സമർപ്പിക്കുന്ന കർത്താവേ, ഈ ആത്മരക്ഷവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് നീ കർത്താവിന്റെ സമരം എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൊണ്ട് ചെറിയവരും വലിയവരും ചെറുതും വലുതുമായ എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് പട്ടാനത്ത് വരെ പാർക്കുന്ന സകലരെയും കർത്താവ് ഞങ്ങളുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ, കർത്താവിയുടെ കരസേന, വ്യോമസേന, നാവികസേന അധികാരി, അതിർത്തികൾ കാക്കുന്ന BSF, CRPF, ക്രമസമാധാന പാലകർ, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്ന എല്ലാ കർത്താവി സ്തോത്രങ്ങളിലെ ക്രമസമാധാന പാലകരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെഷൻ, ജുഡീഷ്യറിയുടെ വിവിധ ഭാഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കരയിലും കടയിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന യാത്ര ചെയ്യുന്നവർ, സഞ്ചരിക്കുന്നവർ, വാഹന നിർമ്മാതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, ഹല്ലേലൂയ കർത്താവേ, സമുദ്രത്തിലെ ആണുങ്ങൾ, അതിർത്തികൾ ജോലി ചെയ്യുന്നവർ, കരികളിലും കമ്പിലും ഫാക്ടറിയും ജോലി ചെയ്യുന്നവർ, മത്സ്യബന്ധത്തിലായിരിക്കുന്നവർ, കടലോരവാസികൾ, തീരദേശവാസികളേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ എന്റെ വ്യാപാരികൾ, വ്യവസായം, വഴിയോര കച്ചവടക്കാരെയും, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ, യൂണിയൻ രംഗത്തും, അല്ലെങ്കിൽ ക്ഷീര മേഖലയില്, കാർഷിക മേഖലയില്, സഹകരണ മേഖലയിലും പൊതുമേഖലയിലും ഒക്കെ ആയിരിക്കുന്ന ഭാഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ രംഗത്ത്, ചലച്ചിത്ര മാധ്യമ മീഡിയ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗത്ത് ഭരണപ്രദേശ പാർട്ടികളെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. കേരളത്തിലും ലോക രാജ്യങ്ങളായിരിക്കും 800 കോടി ജനത്തെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് കഷ്ടം സഹിക്കുന്നവർ, പീഡയിലൂടെ കടന്നു മണലാരണത്തിൽ വേദന സാലറി കിട്ടാത്തവർ, തടവിലായിരിക്കുന്ന വിസ നഷ്ടപ്പെട്ടവർ, നാട്ടിലേക്ക് മടങ്ങി കഴിയാതെ ഭാരപ്പെടുന്നവർ, ദേശരാജ്യങ്ങൾ ജോലിക്കായി കർത്താവ് കടന്നുപോയി പീഡയിലേക്ക് വരുന്ന സഹോദരിമാർ, അവരെയൊക്കെ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും പാൻസലഹരി പദാർത്ഥം അടിമപ്പെട്ട് കിടക്കുന്നവർ, ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ പാപത്തെ സ്വഭാവ അടിമകളായി കിടക്കുന്നവർ, ശൈശവത്തിനും ബാല്യത്തിനും കൗമാര യൗവനത്തിനും വാർത്തക്കും നിരാനും വൃത്തരക്ഷണ യാചകർ, ഓർഫനേജ് തടമുറയിലായിരിക്കുന്നവർ എല്ലാം ഞാൻ ഓർക്കുന്നു. കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് കേരളത്തിൽ ലോക രാജ്യങ്ങൾ കടന്നുപോയി കഷ്ടം സഹിക്കുന്ന കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ക്രിസ്തുവിന്റെ കൂട്ടാവകാശികളെ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവസഭയെ, കർത്താവി ഭക്ത പങ്കാളികളെ നിങ്ങൾ അനുഗ്രഹിക്കും.
അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചിലറിൽ കിടക്കുന്നവർക്കെല്ലാം വിടുതലും മോചനം കൊടുക്കണമേ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തി ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടാനുകൂടി ജനം പാപത്തിൽ വസിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവ് ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ കൂട്ടവകാശികളായി, വാഗ്ദത്തത്തിൽ പങ്കാളികളായി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ ഇന്ന് പകൽ ഒരുക്കണം. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.